ഇതെന്തത് ചൊറിയമ്പുഴോ? ആരാ? ഞാൻ ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ. മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇല്ല. മനസ്സിലായില്ല? ഇത് ഞാൻ തന്നെയാണല്ലോ. എനിക്ക് എന്നെ മനസ്സിലായി, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായി. ഇതെന്താ ഈ സാധനം? ഇത് കണ്ണാടി സംശയം വരുമ്പോൾ നോക്കാനാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവിടുത്തെ കുഞ്ഞിനെ നോക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നില്ലേ? പരസ്യം കണ്ടു വന്നതാ. പത്രത്തിൽ പരസ്യം കണ്ടു വന്നതാണല്ലേ? ഇതെന്താ എക്കോയാ? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അകത്ത് വരും. ഇതിനു മുമ്പ് എവിടെയാണ് നിന്നത്? ബസ്സിലാ. ഇങ്ങോട്ടേക്ക് പോരുന്ന ബസ്സിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് നിന്നു. അയ്യോ, അതല്ല ചോദിച്ചത്. ഇതിനു മുമ്പ് കുഞ്ഞുങ്ങളെ നോക്കാൻ എവിടെയാണ് നിന്നിട്ടുള്ളത്? കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നിട്ടുണ്ട്. വറീതുകുട്ടി, കുഞ്ഞാലിക്കുട്ടി, രാമൻകുട്ടി, ഇബ്രാഹിംകുട്ടി, അങ്ങനെ എത്ര കുട്ടികൾ ഈ മാറിൽ കിടന്ന് മയങ്ങിയിട്ടുണ്ടെന്നറിയാമോ? എനിക്ക് കുഞ്ഞുണ്ടാവാത്ത ദുഃഖം ഞാൻ അങ്ങനെയാണ് തീർക്കുന്നത്. കല്യാണം കഴിഞ്ഞതാ? അതെ, ഭാര്യയും 2 കുട്ടികളും. അപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്? പക്ഷെ ഭാര്യക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മനസ്സിലായില്ലല്ലേ? ഇല്ല. അതായത് നമ്മൾ ആരെങ്കിലും പ്ലാവിന്റെ തോട്ടിൽ വെള്ളം ഒഴിച്ചിട്ടാണോ ചക്ക ഉണ്ടാകുന്നത്? അല്ലല്ലോ, അത് സീസൺ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാകും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നോ? നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടുത്തെ കുഞ്ഞിന്റെ പേര് ഇന്നേ വരെ ഒരുത്തന്റെ മുഖത്ത് നോക്കി അപ്പ എന്ന് വിളിക്കേണ്ട ഗതി കേട്ടിട്ടുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമില്ല. ഈ അപ്പന്റെ യഥാർത്ഥ പേര് പറയൂ. കുഞ്ഞിമോൻ. ആളല്പം വികൃതിയാ. ഞാനൊന്ന് തറപ്പിച്ച് നോക്കിയാ മതി, കറങ്ങി താഴെ വീഴും. അറിയില്ല നിങ്ങൾക്കെന്നെ. എന്തോരം നക്ഷത്രങ്ങളായി എനിക്ക് ചുറ്റും. ഞാനിപ്പോ ഏത് ഗ്രഹത്തിലാ? ഒക്കെ പറഞ്ഞേരേ. എനിക്ക് ഒരു സോഡ കിട്ടും, എനിക്കൊന്ന് മുഖം കഴുവാനാ. ബുദ്ധിമുട്ടാ. ഒരു കരിക്ക് കിട്ടുമോ? തെങ്ങുമ്മ കയറുവോ? അപ്പൊ ബുദ്ധിമുട്ടാ. കൈ വീടും. അപ്പൊ ഞാൻ പോട്ടെ. ജീവന് ഭീഷണിയുള്ള ഒരു പണിക്കും ഞാൻ ഇന്നുവരെ പോയിട്ടില്ല. അല്ല, ഉണ്ണിക്കുട്ടൻ പോവാ. ശമ്പളം എത്ര വേണേ കൂട്ടിത്തരാം. ഉറപ്പാ? എന്നാലൊരു ഇൻഷുറൻസ് പോളിസി എടുത്തോളൂ. അപകട സാധ്യത കൂടുതലുള്ള സ്ഥലമാ. എന്ത് സംഭവിക്കാം? 2 പോളിസി എടുത്തോ. കുഞ്ഞോസ്, ഉണ്ണിക്കൈ വളരെ വളരെ ചെറുതാ, ഉണ്ണിക്കാൽ വളരെ വളരെ ചെറുതാ. ആള് ചെറുതാണെങ്കിലും ബോഡി അറിഞ്ഞോളില്ല. ഇനി എക്സർസൈസ്. ഗ്രൗണ്ട് 2 ഗ്രൗണ്ട്. വാഷിംഗ് ദ ബോഡി ഓഫ് ദ സോപ്പ്. നല്ല സുഖമുണ്ട്. സുഖമുണ്ടാവും. ഇനി കുളിച്ചോളൂ. നല്ല ആഴമുള്ള കിണറാ. ഇനി കാണുന്നവർക്ക് കണ്ണു കിട്ടില്ല. എനിക്ക് വിശക്കുന്നു. മാമൻ ഇപ്പൊ തന്നെ മാമുണ്ണിക്കാട്ട. വേദനിക്കുന്നു. മേക്കപ്പ് അല്ലേ? മുട്ട ഹായ്. ഇവിടെ ഇരിക്കട്ട. മോനെ, എങ്ങനെയാണ് മാമുണ്ണെന്ന് അറിയോ? അറിയില്ലേ? മാമൻ കാണിച്ചു തരട്ടാ. മര്യാദ കാണണട്ടാ. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഉരുട്ടി കൊണ്ടോ മാമൻ കഴിക്കുന്നു. എനിക്കില്ലേ? ഇനിയും വേണോ? തരാട്ടാ. ഇങ്ങനെ വീണ്ടും ഉരുട്ടി എനിക്ക് വിശക്കുന്നു. ഇന്നത്തെ കിട്ടുന്ന മതി. കൂടുതൽ കൊളസ്ട്രോളും രോഗിയായി പോവും.
വാ മോനെ വാ. ഇന്നത്തെ ചോർച്ച കഴിഞ്ഞ് ഇനി നാളെ. ഹായ്, നല്ല മണം. ഇതെനിക്കും വേണം. ധൃതി പിടിക്കല്ലേ, ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്തോട്ടെ. ഹായ്, ഇതെന്താ മാമ? ഇതാണ് പാല്, ബീവറേജ് പാല്. എനിക്കും വേണം ബീവറേജ് പാല്. ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് കഴിക്കാനുള്ളതാ. എനിക്ക് വേണം. ഓ, എനിക്ക് ഇത് ശല്യമായില്ല. എന്നാ, ഒരു സ്റ്റെപ്പ് എടുത്തോ. എടാ പട്ടി, ചെറ്റേ, പുല്ലേ, നീ ആരെടാ? നായിട്ട് മോനെ, അടിച്ചു ചെരുപ്പ്. പട്ടി തട്ടിയാ. മിടുക്കനൈവൻ പാവം കട്ടൻ ചായ കുടിക്കുക. ഹലോ. നല്ല ആളാ. 1/2 മണിക്കൂർ കഴിഞ്ഞു കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. ഇന്നും വരില്ലെന്നാ കരുതിയത്. മനഃപൂർവ്വം അല്ലല്ലോ. ഓഫീസിലെ തിരക്ക് മുഴുവൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അപ്പനുമായിട്ടുള്ള ഗുസ്തി കഴിയുമ്പത്തിന് നേരെ ഒരുപാടാവും. പിന്നെ ഉണ്ണിക്കുട്ടനുള്ളതാണ് ഏക ആശ്വാസം. കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ മനസ്സിലായോ? അതിനിത് കുഞ്ഞല്ലല്ലോ, അപ്പനല്ലേ. ഓ, ഈ അപ്പന്മാരെ വളർത്തി വലുതാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ. ഡാഡി വന്നിട്ടുണ്ട്. ആര്? ടൈഗറോ? എവിടെ? ഇവിടെ അല്ല, വീട്ടില്. ഓ, പിന്നെ ഡാഡിക്ക് ഒന്ന് കാണണോന്ന്. അതിനെന്താ കാണാലോ. എവിടെ എപ്പോ വരണമെന്ന് മാത്രം പറഞ്ഞാ മതി. എന്താ വാസുട്ടാ? എപ്പോ? ഞാൻ എന്താ പറഞ്ഞു? എന്താ? അല്ല, അപ്പൻ എന്തെങ്കിലും വിവരം കിട്ടിയോ? കിട്ടി. അയൽവക്കത്തുള്ള വീടുകളിലൊന്നും ചെന്നിട്ടില്ല എന്നുള്ള വിവരം കിട്ടി. എന്റെ കർത്താവ്, ഇനി എവിടെ ചെന്ന് അന്വേഷിക്കാനാ? ഉച്ചയ്ക്ക് ഇവിടെ കളിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടതാ. കള്ളനും പോലീസും. ആ ഉണ്ണിക്കുട്ടൻ എവിടെ? അവനെയും കാണാനില്ല. എനിക്ക് സംശയം അവനെയാണ്. അവന്റെ ഉണ്ട കണ്ണ് കണ്ടാലേ അറിയാം അവൻ കള്ളനാണ്. ഞാൻ അന്നേ പറഞ്ഞ ഊരും പേരും അറിഞ്ഞുവിടാത്ത ഒരുത്തരെ അപ്പനെ നോക്കാൻ നിർത്തരുതെന്ന്. കയ്യേലും കഴുത്തേലും ഒക്കെ വിലപിടിപ്പുള്ളത് കിടക്കുക. അതെങ്ങാനും ഊരി എടുത്തിട്ട് അപ്പനെ എനിക്ക് സഹിക്കാൻ വയ്യ. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? അതാ നല്ലത്. പോയത് ചെറിയ സാധനമാണെങ്കിലും പ്രശ്നം വലുതല്ലേ. താമസിക്കും തോറും പോലീസിനെ അന്വേഷിക്കാൻ ബുദ്ധിമുട്ടായി തീരും. ഹലോ, എന്താ? അപ്പനെ കണ്ടിട്ട് എവിടെയുണ്ട്? അമ്പല പരിസരത്തുണ്ട്. വണ്ടി കയറ്. വണ്ടി കയറ്. അല്ലേ വേണ്ട, ഞാൻ കയറാം. ദേ, എവിടെ? ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ അല്ല, കംസൻ, കൃഷ്ണന്റെ മേമൻ. അപ്പൻ എവിടെ? അദ്ദേഹം മരിച്ചു പോയല്ലോ ദ്വാപരയുഗത്തിൽ ദേവകിയുടെ വീട്ടിൽ വെച്ച്. എന്റെ അപ്പൻ എവിടെയെന്ന്? അയ്യോ, അപ്പനല്ല, കാർമുകിൽ പറഞ്ഞൻ. എവിടെയെന്നാ ചോദിച്ചത്? ദേ ഗോപികമാരോടത്ത് പീലീലകളാടുന്നു. കണ്ടില്ലേ ആ ആനച്ചന്തം? ആനയോ? അതേ, കുഴിയാന. ഹായ്. അപ്പാ, വിട്. വണ്ടിയിലോട്ട്. എന്നെ വിട്. എനിക്ക് രാധയുടെ കൂടെ പോണം. രാധേ, തന്നോട് ആരോടോ പറഞ്ഞത് അപ്പനെ കൊണ്ട് ഈ വേഷം കെട്ടിക്കാൻ? രാധേ. വീട്ടില് വെറുതെ ഇരിക്കല്ലേ? ഇവിടെ ആകുമ്പോ ഉപ്പാവും പഴമുണ്ട്. വൈകുന്നേരം ഉറിയേരിയുണ്ട്. അല്പം വെയിറ്റ് ചെയ്താൽ വെണ്ണയും കിട്ടും. കംസന് ഹിംസിക്കുന്നു. ആൽബി, ഞാനാ. ഞാൻ കേണൽ വർഗീസ്. അറിയാം അങ്കിൾ. ഇത് ആൻസിയുടെ അങ്കിളും ആന്റിയുമാണ്. അല്ല, നമസ്കാരം. വരൂ അങ്കിൾ. ഇരിക്കൂ. കൈ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കേണലിനെ ഇരുത്തുന്നത്. സാറ് ചെറാപ്പുഞ്ചിയിലായിരുന്നോ അതോ ലുഡ്വാങ്ങിലായിരുന്നോ? ഇത് രണ്ടിന്റെയും നടുക്ക്. നടുക്കെന്ന് വെച്ചാ? നടുക്കെന്ന് പറഞ്ഞ നടുക്ക്. അവിടെ ശരി. പെങ്ങന്മാരിൽ ഒരാളാ സൂസൻ. അമ്മേ. ഇവന്റെ അമ്മയുടെ പേര് മേരി എന്നാകുന്നു. അയ്യോ, ഇതാണ് അമ്മ. ഇത് ഇളയ പെങ്ങള ആനി. അല്ല, അപ്പനെ കണ്ടില്ല. അത് അപ്പൻ എവിടെ താമസേട്ടാ? അപ്പൻ ഓടാൻ പോയിരിക്കുക. ഈ സമയത്തോ? പുള്ളിക്കാരൻ അങ്ങനെ നേരവും കാലവും ഒന്നുമില്ല. ഓടണമെന്ന് തോന്നുമ്പോ ഓടും, ചാടണമെന്ന് തോന്നുമ്പോ ചാടുക. അങ്ങനെ ഒരു ടൈപ്പാ. അപ്പം വരുമ്പോ ഈ മാസം തന്നെ മനസ്സമ്മതം നടത്താൻ പറ്റുമോ എന്ന് ചോദിക്കണം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറയണം.
5 ലക്ഷം. അങ്ങനെയൊന്നും ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല. ഉം. ആൻസിമോളും ആൽബിയും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതൊക്കെ നമുക്ക് നടത്താം. ഉം? എനിക്ക് അപ്പുറത്ത് പോകണം. വേണ്ടാ, അവിടെ കംപ്ലീറ്റ് പട്ടാളക്കാരാ, പോലീസ്. അയ്യോ, നമുക്ക് കളിക്കാം. ആ കളിക്കാം. എന്ത് കളി കളിക്കും? നമുക്ക് കാശ് വെച്ച് ചീട്ട് കളിക്കാം. ആ എനിക്ക് അറിഞ്ഞൂടാ. അറിയാമെങ്കിൽ കുറച്ച് കാശ് പറ്റിക്കായിരുന്നു. അതെ, നമുക്ക് ഒളിച്ച് കളിക്കാം. ആ ഒളിച്ച് ഒളിച്ച് കളിക്കാം. ആദ്യം മോനെന്ന് ഞാൻ വിളിക്കാം. ആദ്യം നീ എന്ന് ഞാൻ വിളിക്കാം. നീയാ അയ്യോ, മ്യാമൻ. മ്യാമൻ. 1 2 3 3 3 3 3 3 5 6 7 8 9 9 9 9 9 50. നീ മാമൻ കണ്ണുറക്കാൻ പോവേണ്ട. മോനെ വിളിച്ചല്ലോ, ഞാൻ തന്നേ. ഈ ബദൂരി എവിടെ പോയി വിളിച്ച് നന്നാക്കി ബൾബ് മാറ്റിയിട്. മാറാലേക്ക് അടിച്ചു കളഞ്ഞ് വീടും ഒന്ന് വൃത്തിയാക്കി. ആ 2 കാറുകളും കഴുകിയിട്ടേക്ക്. അതെ, ആ. എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക. ആ. ഞാൻ അവിടെ കുഞ്ഞു നോക്കാൻ വന്നതോ അതോ ഇവിടെ ഏത് പണിയും ചെയ്യേണ്ടി വരും. നായവേഷം കെട്ടിപ്പോയില്ലേ, കുരക്കാതിരിക്കാൻ പറ്റുമോ? കുറയ്ക്കണം. ആ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ലേ? ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂറായി. ഹൈ, 1 മണിക്കൂർ മുമ്പ് ഓഫ് ചെയ്യാൻ ആര് പറഞ്ഞു? വെറുതെ കറണ്ട് കാശ് കളയാനായിട്ട്. വരട്ടാൻ നടക്കും. ഫോൾഡർ കുഴപ്പമൊന്നുമില്ല. ഇവന്റെയൊക്കെ തലക്കാ കുഴപ്പം. നല്ല ശബ്ദം. കിടക്കണോ? വേണ്ട, ആ സീറ്റിൽ ഇരുന്നാ മതി. ഞാൻ കാത്തു കിടക്കണോന്ന്. കാത്തു കിടന്ന കാശ് കിട്ടും, അല്ലെങ്കിൽ വെറുതെ പോകേണ്ട വരും. ഇവിടെയാണ് സൈൻ ചെയ്യേണ്ടത്. ഹലോ, ഏതാ ഈ ഹർഭജൻ സിംഗ്? എന്നെ മനസ്സിലായില്ലല്ലേ ദുഷ്ടന്മാരെ? തോമസ് ഏട്ടാ, ഉണ്ണിക്കുട്ടൻ, അപ്പനെ നോക്കുന്ന ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ട, ഇതെന്താ കയ്യില്? പ്ലാസ്റ്റർ. അതല്ല ഇത്. ഇത് ലിസ, ഇത് വീണ്ടും ലിസ. വയറ്റിൽ നിന്ന് പോയിട്ട് 4-4 ദിവസമായി. ഒന്ന് പേടിച്ചാ ചിലപ്പോ വയറ്റിൽ നിന്ന് പോയേക്കെന്ന് ഡോക്ടർമാര് പറഞ്ഞു, അതുകൊണ്ട് വാങ്ങിച്ചതാ. എന്തോ ഒരു വലിയ വിപത്ത് വരാനിരുന്നതാ. അത് ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിലൂടെ പോയി എന്ന് വിചാരിച്ചാ മതി. എക്സ്റേയില് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. വാരിയലിന് കുഴപ്പമൊന്നുമില്ല. ഏത് വാരിയല്ലേ? സംഭവ സ്ഥലത്തുനിന്ന് വാരിയെടുത്തില്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നീണ്ടൊരു വിശ്രമം വേണം. അതിന് നീ മരിക്കണം. എന്തോ? മരിക്കുന്നതല്ലേ അല്ല, ബംഗ്ലാവിൽ നല്ലത്. പോയി റെസ്റ്റ് എടുത്താ പോരെന്നാ പുള്ളി ചോദിക്കുന്നത്. ഞാനാ ആ ബംഗ്ലാവിലേക്കാ? അതിലും ഭേദം പാണ്ടിലോർക്ക് മുമ്പിൽ ചാടുന്നതല്ലേ നല്ലത്. അപ്പൊ നീ ജോലി മതിയാക്കി പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ബോധം വന്നപ്പോൾ ആദ്യം എടുത്ത തീരുമാനമായിരുന്നു അത്. പിന്നെ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇതെന്താ മോളൊരു മുഴ? എന്തായാലും കെട്ടി. ആ. അപ്പൊ ഭംഗിക്കൊരു മൗഡോട്ടെ എന്ന് ഞാൻ, ആയിക്കോട്ടെ എന്ന് നേഴ്സും. ആ 2 പോളിസിയും മെച്ചോടാവും എന്നൊന്ന് അറിയിക്കണം. പോട്ടെ. ഇനി അപ്പനെ നോക്കാൻ ആരെ വെക്കും? ഒരു ആനപ്പാപ്പനെ വെക്കാം, മതിയോ? ഇതെന്തിനാ എന്റെ മെക്കിട്ട് കയറണേ? ഓമന കുഞ്ഞേ ഉറങ്ങൂ കുട്ട, കരളിന്റെ പുന്നാര മോനെ. ഓ അപ്പാ, ആൻസി, ഓ ഉറങ്ങപ്പാ. ഓമന കുഞ്ഞേ ഉറങ്ങൂ. എനിക്ക് ഈ പാട്ട് കേക്കണ്ട. പിന്നെ ഏത് പാട്ടാ വേണ്ടത്? എനിക്ക് പച്ചമാങ്ങ പച്ചമാങ്ങ മതി. ഇത് പച്ചമാങ്ങ പച്ചമാങ്ങ. അപ്പനെന്താ ഗർഭമുണ്ടോ? ആ പാട്ട് ആ, ഓമന മാങ്ങേ ഉറങ്ങൂ മാങ്ങേ, കരളിന്റെ പുന്നാര മാങ്ങേ. പച്ചമാങ്ങ. ഓ പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലമാ നിന്റെ പുന്നാര മോനെ. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലമാങ്ങ. റാൻസി, പച്ചമാങ്ങ പച്ചമാങ്ങ പൊന്നിന്റെ പൊന്നാര മോൻ. നീ ഇതെവിടെയായിരുന്നു? ഓ, 2 പേരും കൂടി എന്നെ വിഷമിപ്പിച്ച് കളഞ്ഞില്ലേ? അങ്ങനെയൊക്കെയാ. മോനിറങ്ങിയിട്ടില്ല, അപ്പൻ ഉറങ്ങി. അതെ, അഥവാ അപ്പനെങ്ങാൻ എണീക്കുകയാണെങ്കിലേ ആ പച്ചമാങ്ങ ഒന്ന് പാടിക്കൊടുത്തരേ. പച്ചമാങ്ങയോ? ഭാവേ, ഭാവ ഉറങ്ങിയില്ലേടാ? അയ്യോ, ആൽബി ചായ. എനിക്കും വേണം. ആൽബി ചായ, വേഗം വാ. എനിക്കും വേണം ഇത്.
എനിക്ക് താ. എന്താ എന്താ ഇവിടെ? ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. കുഞ്ഞിന് പാൽ കൊടുക്കാൻ അപ്പ സമ്മതിക്കുന്നില്ല. അപ്പൻ എന്താ വേണ്ടത്? എനിക്ക് ഈ പാല് വേണം. എന്റെ അപ്പൻ എന്തായി ചോദിക്കുന്നതെന്ന് അറിയാമോ? എന്താ ഇവിടെ പ്രശ്നം? അത് പിന്നെ അപ്പന് പാല് വേണമെന്ന്. അതാണോ ഇത്ര വലിയ പ്രശ്നം? ഇത്തിരി പാൽ അപ്പന് കൊടുക്കടാ. എന്റെ തോമസ് ഏട്ടാ, അത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന പാലല്ല. അതെന്ത് പാല്? ഏത് പാലാണെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നിന്റെ അപ്പം കുടിച്ചോളും. അത് എനിക്കറിയാം. ഓ, എന്റെ ചേട്ടാ ഇത് എനിക്ക് അയ്യേ, ഇത്രയും വൃത്തികെട്ട മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. പാല് വേണമെങ്കിൽ അപ്പനെ വല്ല മീൻമേലും ഉണ്ടാക്കടാ. ചവിട്ട്. പാലെടുക്കേ. ഇത് ഭയങ്കര കഷ്ടം ആൽബിച്ചായ. കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാ ഒന്നുകിൽ എന്നെ കുഞ്ഞിനെ എന്റെ വീട്ടിൽ കൊണ്ടാക്കും, അല്ലെങ്കിൽ ഡാഡി പറഞ്ഞ പോലെ അവനെ വല്ലെടുത്തു ആക്ക്. നമ്മുടെ മോൻ കരയില്ലടാ. കുഞ്ഞോനെ, എനിക്ക് എനിക്ക് ഒരൊറ്റ കുത്തിയം വെച്ച് തന്നിട്ടല്ലോ. അല്ല, എനിക്ക് അറിയാൻ വയ്യ ചോദിക്കുക. അപ്പനത് എന്തിന്റെ കേടാ? പാല് വേണം പോലും. പാല് നീ പോടാ കുഞ്ഞോന്റെ മോനെ. നിന്നെ എനിക്ക് വേണ്ട. എന്നാ അപ്പനെ എനിക്ക് വേണ്ട. നീ പോടാ. ഓടുന്നു. പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടം കൈയാണ് ഞാൻ. സാധാരണ എല്ലാവരും വലം കൈ എന്നല്ലേ പറയാറ്? അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല, അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. ചിരിക്കുകയാണോ കരയുകയാണോ? ആ, ബൈ ദ ബൈ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. എനിക്ക് മക്കളില്ല. എനിക്ക് മക്കളേ ഉള്ളു. ഡോക്ടറെ കാണിച്ചില്ലേ? അയ്യോ, ഞാൻ ബാച്ചിലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചിലർ ആയിരുന്നു. അപ്പൊ മുത്തച്ഛനോ? ക്രോണിക് ബാച്ചിലർ. അല്ല, അപ്പൊ ഈ മണവാളൻ ആൻസൻസ് എന്നുള്ള ബോർഡ് എന്താ? ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണെന്ന്. അതുകൊണ്ട് എന്റെ മാങ്കിലും നടക്കുന്നില്ല. നാട്ടിലൊരു ലേബർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മണവാളൻ സൺസ് എന്ന ബോർഡും ഈ സ്ഥാപനവും പിന്നെ ഈ പൈപ്പും. ആസ് വെൽ ആസ് ഞാൻ സത്യം പറയട്ടെ, പറയൂ. ഫൈനാൻസിയേഴ്സിന്റെ ഇടയിൽ ഞാനൊരു കന്യകനാണ്. ഞാൻ ഇന്നേ വരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല. ഈ ദീപാവലി എന്ന് പറയണത് ഞങ്ങള് പടക്കക്കാരുടെ ചാകരയാണ്. ഇച്ചിരി കാശി പടക്കത്തിൽ എറിഞ്ഞ 4 ഇരട്ടി കോരാ. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. As soon as reason as possible. Yes. ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? പിന്നെ ആ, ദവിടെ, ആ, ദിവിടെ, ആ, ദതിന്റെ ദപ്പുറത്ത്. ആ, എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ. ഏത് വിരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. എന്താ അണ്ണാക്കിൽ വല്ലതും പോയാ? അണ്ണാക്കിലൊരു പ്രാണി. ആ, മതി മതി. ആ, മതി മതി. അല്ല, ഈ പേപ്പർ ഒരുപാടുണ്ടല്ലോ. മണിയും ഒരുപാടുണ്ടല്ല. ഇതെന്റെ കടിഞ്ഞൂൽ കൊടുപ്പാണ്. കറക്റ്റായിട്ട് തിരിച്ചു തന്നു. കടം മേടിച്ചാൽ കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃകാ പുരുഷോത്തമനാകണം. ഞാൻ നാളെ മോർണിംഗ് പ്ലെയിനിൽ ദുബായിക്ക് പോകും. അപ്പൊ തിരിച്ചിങ്ങോട്ടേക്ക് ഇല്ല. 3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അയ്യോ. അപ്പോ മുതലും പലിശയും ചേർത്ത് ഇരട്ടിയാവും. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. അതിനെന്തിനൊപ്പിടണ? ഞാൻ നിങ്ങൾക്ക് കാശ് തന്നു എനിക്കൊരു ഉറപ്പുണ്ടേ. ഞാൻ ആരാ? മുതല്. ഇറങ്ങ. ഞാനെങ്ങനെ ഡോറ് തുറക്കാനാ? ഓ എന്റെ ദൈവമേ, പിള്ളേർക്ക് ഉണ്ടല്ലോ ചാട്ട വാർന്നടിക്കണം. വേഗം ഇറങ്ങും മേഡം. അയ്യോ, അതെ, ഈ സ്കേർട്ട് ഒന്ന് പൊക്കി തരുമോ? എന്തിനാ മൂത്ര വയ്ക്കാനാ? വെള്ളം കിടക്കുന്നുണ്ടല്ലേ, ഡ്രസ് തന്നെ അതുകൊണ്ടാ. എന്റെ ഒരു വിധി. നടക്ക്. എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാ. പിള്ളേരുടെ സ്വഭാവം വെക്ക്. ചില മന്ന ബുദ്ധി പിള്ളേരുടെ. മരം കൂടാ നടക്കുമോളെ. ഇതിലും വലിയ കാസറ്റ് ഞാൻ എടുത്തേക്കണേ. എന്നെയാണ് അയാൾ ആ സെറ്റ് അയച്ച കാസറ്റ് ഇവിടെ കൊണ്ടു തരുന്നത് വരെ തന്നെ വിടുന്ന പ്രശ്നമില്ല. ദൈവമേ, അയാളെ കാസ്റ്റായിട്ട് ഇപ്പഴെങ്കിലും വരല്ലേ? എന്താ പറഞ്ഞേ? അല്ല, നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ എനിക്ക് ചിലപ്പോ ഓടിക്കളയാൻ തോന്നുന്നു. ഇയാൾ പിടിക്കൂ, എല്ലാരും പിടിക്കൂ, ആത്മാർത്ഥം പിടിക്കൂ. ഗംഗേ, ഒരു അബദ്ധം പറ്റിയിടി. നമ്മുടെ പ്രോഗ്രാമിന്റെ കാസ്റ്റിലെ അത് ഇവരുടെ പൊട്ട വണ്ടിയിലെ സെറ്റിൽ കുടുങ്ങി. ധർമ്മേന്ദ്രൻ വന്നാലേ എന്നെ വിടുന്നു പറഞ്ഞ് ഈ സുന്ദരി കോകൾ എല്ലാരും കൂടി എന്നെ ഗൗരവം ചെയ്യായിരുന്നു. കോപ്പി എടുത്ത കാസറ്റ് ഇല്ലേ? കോപ്പി എടുത്തിട്ടില്ല. എക്സ്ക്യൂസ് മീ, എനിക്ക് പോണം.
താനോട് നിൽക്ക് വാ. അല്ല നിങ്ങൾ എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നേ? ആരും റെഡിയാവുന്നില്ലേ? സോങ്ങിന്റെ കാസറ്റ് കാസറ്റ് റെഡി, എല്ലാ പാട്ടും വെവ്വേറെ ഉണ്ട്. താഴെ പോയി. ദൈവമേ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? ഞാനെന്ത് പണിയെടുത്തിട്ടാണെന്നോ ഇത് കിട്ടിയത്? മുഴുവനോട്ട് ഒന്നും മിസ്സായിട്ടില്ല. അപ്പൊ ഇന്ന് പ്രോഗ്രാം നടക്കൂലല്ലേ? ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു. സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല, ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കീച്ചു കിച്ചി. ഹോ, ബൈ ദ ബൈ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയോ? വേറെ കൊടുക്ക. സുഭാഷ് 1 2 3 4 ഇന്ദ്രരത്തം. ഇന്ദ്രരത്തം. ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ, പഞ്ചാബി എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. എനിക്ക് ദുബായിൽ കറവ് പണിയായിരുന്നു. കറവ് പണി. പശുവിനെ അല്ല, ഒട്ടകത്തിനെ. 100 കോല് പൊക്കമുള്ള ഒട്ടകത്തിനെ ഒരു വെയിലത്ത് കൈയെത്തിച്ച് കറന്ന് ഞാനുണ്ടാക്കിയ കാശ. എല്ലാ മലയാളികളും ഈന്തപ്പഴം നിന്ന് രസിക്കുമ്പോ നിങ്ങളൊക്കെ ഇത്രക്കിശുള്ള റോബസ്റ്റ് പഴം നിന്ന് വിശപ്പടക്കി ഞാനുണ്ടാക്കിയ കാശ. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് തരും. അതിനു മുമ്പ് ഈ ടാക്സിക്കാരൻ എന്റെ ജീവൻ എടുക്കും. മദ്രാസി, നിന്റെ മാത്രമല്ല എല്ലാത്തിന്റെയും ജീവൻ ഞാൻ എടുക്കും. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. ബോംബെ തെരുവിൽ ചീറി പാഞ്ഞു നടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ. എന്റെ ടാക്സി കൂലി പറ്റിക്കാവുന്ന ഒരു തെണ്ടി കരുതണ്ടടാ. സംസാ, ഞാൻ മേടിച്ചിട്ടേ പോവൂ. എടാ നീയൊക്കെ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ട്. സാല കുത്തെ കമീനെ ഉല്ലുക്ക പട്ടെ കുത്തേക്ക ബച്ച് കളിയാക്കുന്നോടാ ബേവക്കൂഫ്. എടാ നീ ദാവൂദിനറിയോ? ചോട്ടാരാജനറിയോ? ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്നോർത്ത് ചങ്കരിഞ്ഞിരിക്കാ പിള്ളേര്. അപ്പോൾ അവന്റെ ഒരു കഥാപ്രസംഗം. തല്ലേ ഈ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി കേട്ടിട്ടുണ്ടടാ പരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ. നിന്റെ കിണുക്കിലിട്ടൊന്ന് തന്നാലുണ്ടല്ലോ നീ ഇവിടെ മുഴുവൻ തൂറി വീഴും. എടാ മണവാളത്തണ്ടി, എന്നോട് കൂടിയാ പറഞ്ഞേക്കണത്. മുടങ്ങിയ നിശ്ചയമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു, പുറത്തു. കല്യാണമായിരുന്നെങ്കിൽ ഈ മണവാളിനൊരു കൊലയാളിയായി മാറുമായിരുന്നു. എന്താ നിന്റെ പ്ലാൻ? എടാ ചോദിച്ചത് കേട്ടില്ലേ? പ്ലാൻ ആ പെണ്ണിന്റെ കാര്യത്തിലാണോ? എന്റെ കാശിന്റെ കാര്യത്തിലാണെങ്കിൽ എന്റെ ബ്രെയിൻസിൽ കുറെ ബുദ്ധികൾ ഉദിച്ചു വരുന്നുണ്ട്. വേണ്ട, ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവന് കാശ് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്ക് ബ്രെയിനേ ഇല്ല. അല്ലെങ്കിൽ ഇയാള് വിളിച്ചപ്പോ താൻ ബോംബെന്ന് വണ്ടി എടുത്ത് വരേണ്ട വല്ല കാര്യമുണ്ടോ? ചുപ്രഹോ കുത്തേ, ഞാൻ എന്ത് ക്ഷമിക്കും, പക്ഷെ എന്റെ ബ്രെയിനിൽ തൊട്ട് കളിക്കരുത്. സംസാ, ഇല്ലാത്ത സാധനത്തിൽ തൊട്ട് കളിച്ച ഈ അനുപം കേറ് ഒരു പണ്ടാറ. ധർമ്മേന്ദ്ര, ബി ഹരീന്ദ്ര, ഒരു മിനിറ്റ്. നിന്റെ ജ്യേഷ്ഠൻ കേൾക്കണ്ടെന്ന് കരുതിയ ഇങ്ങോട്ടേക്ക് മാറി നിന്നത് രഹസ്യമാ. നമ്മൾ 4 പേരല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്. ആലോക്ക് മിസ്റ്റർ ഹരി, നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമോ? വരും, പക്ഷേ ഞാൻ വിളിക്കില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ വിളിക്കുന്നു, അവൾ വരുന്നു, നിങ്ങൾ 2 പേരും കൂടി നല്ലൊരു ഹോട്ടൽ റൂമിൽ മുറിയെടുക്കുന്നു. അവളോട് കടം ചോദിക്കാനാ? കടം ചോദിക്കാൻ ആരെങ്കിലും ഹോട്ടൽ റൂമിൽ മുറിയെടുക്കോ? സോറി, ഭക്ഷണം കഴിക്കാനല്ലേ. ഹോട്ടൽ മുറിയിൽ ഇപ്പോൾ നിങ്ങൾ 2 പേരും മാത്രം. ഒരു 5 മിനിറ്റ് ഇമകെട്ടാതെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നു. ഇങ്ങനെ. അതെ, നിങ്ങളിങ്ങനെ നടക്കാത്ത കാര്യത്തെ പിന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനങ്ങ് പോകും മുംബൈക്ക്. ഈ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ അധോലോക രാജാക്കന്മാർക്ക് ഞാൻ വെറും 50,000 രൂപ വീശും. പിന്നെ എന്റെ 35,000 രൂപ പുഷ്പം പോലെ അവർ വാങ്ങിത്തരും. എന്റെ വണ്ടി പെട്രോൾ അടിക്കാൻ കാശില്ലാത്തത് നിന്റെയൊക്കെ ഭാഗ്യം. ഹലോ ഹരി, ഞാൻ ഗംഗയാ. ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനാ വിളിക്കുന്നത്. ഹരി എത്രയും പെട്ടെന്നൊന്ന് ഇവിടെ വരെ വരണം. ആരാ? ഗംഗയാ. എന്താ അത്യാവശ്യ കാര്യമെന്ന് തോന്നുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം. പ്രേമ നൈരാശ്യം മുത്ത് അവള് കൂട്ടാത്മഹത്യ ചെയ്യാൻ വിളിക്കായിരിക്കും.
ദേ നീണ്ടു നിവർന്ന് കിടക്കുന്ന റെയിൽവേ ട്രാക്ക് കണ്ട് നിനക്ക് അങ്ങനെ ഒന്നും തോന്നിയേക്കല്ലേട്ടാ. എന്നെ അറിയിക്കാണ്ട് നീ ആത്മഹത്യ ശ്രമിച്ച കൊന്നുകളി ഞാൻ. ഠേരോ. ഈ മൊബൈൽ ഫോണും ബൈക്കിന്റെ കീയും എന്റെ കയ്യിൽ ഇരിക്കട്ടെ. ചലോ. ഒരു ധൈര്യത്തിനാ ഈ പിന്നെ അവനിന്ന് 35,000 രൂപ തരുമ്പോ 2,000 രൂപ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് തരാം. 2,000 രൂപയ്ക്ക് മുതലിക്കൂല. തന്നെങ്കിൽ 5,000 രൂപ തന്നെ. എന്നാ ഒരു 3,000 രൂപ തരാം. ധർമ്മേന്ദ്ര വാക്ക് മാറ്റരുത്. ഓ ഇപ്പോഴെങ്കിലും എന്റെ പേര് കറക്റ്റ് ആയിട്ട് പിടിയിട്ടില്ല. കാശ് തരാന്ന് പറഞ്ഞ ഞാൻ തന്നെ അപ്പാന്ന് വരെ വിളിക്കും. അതിന് നിനക്ക് അപ്പനണ്ടാ. ഹരി നിന്റെ കറുത്ത കാറിന്റെ നീ അടിച്ചു പിന്നിച്ചു പോണെന്ന് ഞങ്ങൾ കണ്ട്. അതൊരു സ്വപ്നമായിരുന്നു. സ്വപ്നോ? അപ്പൊ നമ്മളെ 3 പേരും ഒരു സ്വപ്നം കണ്ടോ? എടോ ബോംബെക്കാരെ കടിഞ്ഞു പോട്ടാ. ഇത് കാശ് തരാതിരിക്കാനുള്ള ഇവന്റെ അടവാ. ഇവൻ നമ്മളെ പറ്റിക്കാൻ നോക്കിയാ. ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ. ശരിയാ, ഞാൻ പറ്റിക്കാം, എല്ലാരും പറ്റിക്കാം. നിങ്ങക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്. ഞാൻ മണവാളൻ. ഞാൻ ധർമ്മേന്ദ്ര. സാറ് ശത്രുവിന്റെ കടക്കാരെ സെറ്റിൽ ചെയ്യുന്നൊരു മഹാനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ആ ഹരികൃഷ്ണൻ ഞങ്ങൾക്ക് കാശ് തരാനുണ്ട്. സാറിന് വേണ്ടി അങ്ങയുടെ മകളുടെ മഹനീയ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ കാശ് ഞങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞുകൊള്ളാം. വേണമെങ്കിൽ അവന് വേറെ പെണ്ണും മക്കളും മക്കളും മക്കളുടെ മക്കളും ഉണ്ടെന്ന് പറയാം. മാത്രമല്ല അവൻ ആഗോള ആഭാസനും സാമൂഹ്യ പ്രക്ഷുബ്ധനും വിഞ്ചർ പുത്രമാണെന്ന് പറയാം. അർത്ഥറിയിലേക്ക് എടുക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ കാശ് നിങ്ങളെ ആരാ ഇങ്ങോട്ട് കടത്തി വിട്ടത്? സാറ് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സാറ് ആന്റിപ്പറ്റിക്ക് കാശ് കൊടുത്ത കാര്യം ഞങ്ങൾ അറിഞ്ഞു. അതെന്റെ ഇഷ്ടം. ആ ഇഷ്ടം ഞങ്ങളോടും കൂടി കാണിച്ചൂടെ? ഒന്ന് കടന്നു പോകുന്നുണ്ടോ? എന്നാ വാ വീട്ട്. എവിടെ പോണു? എന്താ ഇത്? കാശ് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. നിങ്ങളത് കാണാഞ്ഞിട്ടാ. കണ്ണു തുറന്നു നോക്ക്. കാണുന്നില്ലല്ലോ. അതല്ലടോ, അവൻ എഞ്ചിനീയറിംഗ് പാസ്സായ പയ്യനല്ലേ, കാണാനും തെറ്റില്ല. നല്ലൊരു തുക ശ്രീധരൻ തരുന്ന ഏതെങ്കിലും ഒരു പണക്കാരന്റെ മകളെ അവന് വേണ്ടി ആലോചിക്കും. എത്രയും പെട്ടെന്ന് കല്യാണവും നടത്തും. അപ്പോ സ്ത്രീധനം കിട്ടുന്ന കാശിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് എടുക്കുകയും ചെയ്യാമല്ലോ. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഒരേ ഒരു പണക്കാരനെ പരിചയമുള്ളൂ, അത് സാറാണ്. സാറിന്റെ മകൾക്ക് വേണ്ടി അവനെ ആലോചിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി. മാത്രമല്ല അവർ തമ്മിൽ ടിങ്കോലാഫിയിലാണല്ലോ. സാർ അവിടെ ഇരിക്കും. പെണ്ണിനെ വിളിക്കൊന്നും വേണ്ട, പെണ്ണുങ്ങൾ കണ്ടിട്ടുള്ളതാണ്. വരച്ചു വെച്ചിരിക്കല്ലേ. ഞാൻ എന്റെ തോക്കെടുക്കാൻ പോവാ. ഹരി, നീ ഇവിടെ വന്ന് കിടക്കാം. മഞ്ഞ് കൊണ്ടുവല്ല ഡെങ്കിപ്പനി പിടിച്ചാലോ മോനെ. ധാരാവിൽ ധർമ്മേന്ദ്ര തത്വമസി എന്നിനക്കട്ടെ മോനെ. നിന്റെ മുഖമെന്താ വാടിയിരിക്കുന്നേ? ഒന്നും കഴിച്ചില്ലേ? ഈ ധർമ്മേന്ദ്രട്ടം പോയി ചൂട് ചുക്ക് കാപ്പിയും പപ്പടോടെ മേടിച്ചിട്ടെ. നിങ്ങൾക്ക് ഇതെന്താ പറ്റിയേ? മോനെ, നിന്നെ ഞങ്ങൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നാക്കുകൊണ്ടോ തല്ലി നോവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മരിച്ചുപോയ അച്ഛന്മാരെ പോലെ കരുതി ഞങ്ങൾക്ക് മാപ്പ് തരില്ലടാ. നിനക്കൊരു നല്ല കാലം വരുമ്പോ ഞങ്ങളെ മറക്കൂടാ. ഡാ, നിന്റെ സമയം തെളിഞ്ഞു. നിനക്ക് വലിയൊരു എമൗണ്ട് സിംഗിൾ പേയ്മെന്റ് കിട്ടാവുന്ന വർക്ക് ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. എന്ത് വർക്ക്? നിന്റെ കല്യാണം. സത്യത്തിൽ നീ തരാനുള്ള 2 ലക്ഷം കാശ് സ്ത്രീധനം കിട്ടുന്ന ഒരു പെണ്ണിനെ നിനക്ക് വേണ്ടി ആലോചിച്ചാൽ മതി. പോത്തിന്റെ കടിയും മാറും കാക്കയുടെ വിശപ്പും മാറും പറഞ്ഞ പോലെ നിനക്കും കൂടി എന്തെങ്കിലും കിട്ടിക്കൊടുത്ത് കരുതി ഒരു ഫാൻസി എമൗണ്ട് സ്ത്രീധനം കിട്ടുന്ന ഒരു നല്ല സാധനത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ബെഡാ പാർട്ടിയോ? എങ്കിൽ നാളെ തന്നെ എന്റെ ടാക്സിയിൽ പെണ്ണ് കാണാൻ പോവാ. പൈസ ഒന്നും തരണ്ട, വെയിറ്റിംഗ് ചാർജ്. കൊള്ളാം, നല്ല ഐഡിയ. എന്റെ സമനില തെറ്റിയിരിക്കുക. ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെ പറയുന്നു എനിക്കെന്നെ അറിയില്ല. പക്ഷേ ദേഷ്യം വന്ന ഞാൻ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്ത് പറയും? ദേഷ്യം കടിച്ചമർത്തും. അല്ലാതെ എന്താ ചെയ്യാ? നീ ആ സേട്ടുവിന്റെ മകളെ ഓർത്തോണ്ട് നടന്നാ നിന്റെ ജീവിതം കട്ടപ്പുകടാ, കട്ടപ്പുക. നീ ഞങ്ങൾ പറഞ്ഞ പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്കടാ. കോപ്പ് എന്റെ കാശ് എന്നിലേക്ക് മണവാളനും ധർമ്മേന്ദ്രൻ ഉണ്ടല്ലോ കൂടെ. ഞങ്ങൾ ഇവന് കാവലിരിക്ക. അത് നന്നായി. ഇവനിപ്പോ ശത്രുക്കൾ കൂടുതലുള്ള സമയാ. അതല്ല, ഇവ മുങ്ങാണ്ടിരിക്കാൻ വേണ്ടി കാവലിരിക്കുന്ന പറഞ്ഞത്. എന്തിനാ മോളെ ഇതൊക്കെ? കരുണേട്ടൻ അറിഞ്ഞ എന്താടാ? കരുണേട്ടന് നിന്നോട് സ്നേഹമില്ലാന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം അങ്ങനെ. എന്നിട്ടാണോ കണ്ണി ചോലാണ്ട് ഇവനെ ഇറക്കിയിട്ടത്? അത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം. കുടുംബക്കാരാണെങ്കിൽ എന്റെ കാശിങ്ങാടാ. തരാ, ലോട്ടറി അടിക്കുമ്പോ തരാ. ഇവൻ സ്നേഹമുള്ളവനാണ്. തരാന്നെങ്കിലും പറഞ്ഞില്ലേ? ഇവൻ ശരിയല്ല. ഏട്ടൻ വീട്ടിലേക്ക് വരണം. എന്റെ കല്യാണം നടത്താൻ വേണ്ടി ഇനി ഇങ്ങനെ കഷ്ടപ്പെടണ്ട. എല്ലാവരുടെയും മുൻപിൽ ഏട്ടനെ മോശക്കാരനാക്കിയിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. നിന്റെ കല്യാണം ഞാൻ നടത്തും. ഒരുത്തന്റെ മുതൽ കക്കാതെയും പിടിച്ചു പറിക്കാതെയും ഞാൻ നടത്തും. അല്ലെങ്കിൽ ഈ ആങ്ങളെ മരിച്ചോന്ന് കരുതിയാ മതി. നിങ്ങൾ ചെല്ലേ. നീ പെങ്ങക്ക് വീണ്ടും അതിമോഹം കൊടുത്ത് നീ ആ കട എന്തെടുത്തിട്ടാ കല്യാണം നടത്തോടാ? വഴി നിങ്ങൾ പറഞ്ഞില്ലേ കുറച്ചു മുമ്പ്. അവന് ബുദ്ധി വെച്ച് ധർമ്മേന്ദ്ര
ഇവിടെ എന്താ ചാത്തുനേറുണ്ടോ? വേണ്ട, കാലി ഡോക്ടർ സുന്ദരേശ്വരൻ വേണ്ട. അയ്യോ, ഇതാണ് മുങ്ങി കളിക്കുന്നേ. മുങ്ങി കളിക്കല്ല, മുങ്ങി ചാവുക. എടാ പരമേശ്വരാ, ചന്ദ്ര, ഓടി വാടാ. ദേ ഒരാൾ മുങ്ങി ചാവാൻ പോണു. വേഗം ചാടി രക്ഷിക്കടാ. ഒന്ന് ചാടി, വേഗം ചാട്. ഒന്ന് പിടിക്ക്. ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. കണ്ടിട്ട് വലിയ ഓഫീസറാണെന്ന് തോന്നുന്നു. കാറിലല്ലേ വന്നത്? വിനോദുമാന്റെ കൂട്ടുകാരനായിരിക്കും. ഈ തിണ്ണലോട്ട് കിടത്ത്. മെല്ലെ മെല്ലെ. എന്റെ അമ്മോ, എന്തൊരു ഘനം. എടാ ചന്ദ്ര, നീ ആ വയറ്റത്ത് പിടിച്ച് അമർത്ത്. കുടിച്ച വെള്ളം പുറത്തു വരട്ടെ, ഇല്ലെങ്കിൽ അയാൾ ചത്തുപോകും. ഇതെന്തൊന്ന് കരിങ്കല്ല. ഇങ്ങോട്ട് മാറണം. ജീവൻ രക്ഷിച്ച പോരെ എന്നെ കയറി ഭ്രാന്തിന്ന് വിളിക്കുന്നോ? നിങ്ങളാരാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കൊട്ടാരത്തിൽ 2 ഭ്രാന്തന്മാരുണ്ടെന്നും അവർ ആശുപത്രിയിലേക്ക് വരത്തില്ലെന്നും ഈ ഡോക്ടർ സുന്ദരേശൻ തന്നെ വന്ന് ചികിത്സിക്കണമെന്നും വിനോദ് സാറ് പറഞ്ഞപ്പോ ഇത്തരം ഭ്രാന്തന്മാരായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ദൈവമേ, ഡോക്ടർ ആയിരുന്നോ? ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അയ്യോ പതുക്കെ. അയ്യോ അതിപ്രശസ്തനായ ഈ ഡോക്ടറെയാ നിങ്ങൾ പിച്ചക്കാരനെ പോലെ ആക്കിയത്. കൊട്ടാരം സൂപ്രണ്ട് വന്ന് ആന നയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? വന്നത് കൊട്ടാരം ഭ്രാന്തന്മാരും. സൂപ്രണ്ടിനെ അടിച്ച് അവശനാക്കി കിടത്തിരിക്കല്ലേ? അയ്യോ, എന്ന് ഞാൻ വന്ന കാലത്തിന് തിരിച്ചു പോകാൻ പോവാ. അയ്യോ, അങ്ങനെ പറയല്ലേ. ബുദ്ധിസ്ഥിരത ഇല്ലാത്തവരിൽ നിന്ന് പറ്റിയ ഒരു അബദ്ധമല്ലേ? ഡോക്ടർ അങ്ങ് ക്ഷമിച്ചുകളാ. എങ്ങനെ അവരുടെ അസുഖം ഒന്ന് ചികിത്സിച്ച് ഭേദാക്കി തരണം. ഞങ്ങൾ എന്ത് സൗകര്യം വേണേലും ചെയ്തു തരാം, അല്ലേ? പിന്നെ നിങ്ങളെ പോലെ 2 സുന്ദരികളായ സ്ത്രീകൾ ഇങ്ങനെ ഒന്ന് അപേക്ഷിക്കുമ്പോൾ ഈ ഡോക്ടർ സുന്ദരേശന്റെ മനസ്സ് മലിഞ്ഞു പോകും. എനിക്ക് മെന്റൽ ഡിസീസുള്ള ചികിത്സ മാത്രമല്ല, അപ്രോച്ചസും ഇവിടെ വേണ്ടി വരും. മനസ്സിലായില്ലല്ലേ? ഇവിടെ വന്നപാടെ ചില പ്രേതാവേശത്തിന്റെ ലക്ഷണങ്ങൾ ഞാൻ കണ്ടു. ആ ദുരാത്മാവിനെ എനിക്ക് കണ്ടുപിടിക്കണം. ദുരാത്മാവ് ഈ കുഞ്ഞിലാ ഞങ്ങളുടെ മരിച്ചുപോയ അശ്വതിയുടെ പ്രേതം കൂടിയിരിക്കുന്നത്. അതാ ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം. ഈ കുഞ്ഞിനെ എടുത്തു ആ ടീപ്പോയുടെ മുകളിൽ പ്രതിഷ്ഠിക്കൂ. മോളെ, അയ്യോ,
ഡോക്ടർ തന്നെ എടുത്തു നിർത്തിയാ മതി. നോ 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 നോ. പറയാം പറയാം പറയാം. നീ വീടിനെ മൊത്തം വട്ടു പിടിപ്പിക്കാതിരുന്നാ മതി. ഡോക്ടർ പേഷ്യൻസിനെ കണ്ടല്ലോ. മിസ്റ്റർ വിനോദ് എത്തിയോ? പേഷ്യൻസിനെ ഞാൻ ശരിക്ക് കണ്ടു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാലം. പക്ഷേ ആദ്യം ചികിത്സ തുടങ്ങേണ്ടത് ഈ കുട്ടിയിൽ നിന്നാണ്. എന്തിനാ? അവരുടെ രോഗത്തിന്റെ വേരുകൾ ഈ കുട്ടിയിൽ നിന്നാണെന്നാണ് എന്റെ ബലമായ സംശയം. മാത്രമല്ല ഡോക്ടർ വേറെ തേടി പോണ്ട. അസുഖം അമ്മമാർക്കാണ്, അവരെ ചികിത്സിച്ചാൽ മതി. യു അണ്ടർസ്റ്റാൻഡ്? ബട്ട് പ്രോബ്ലം അതല്ല. ദിസ് ഈസ് മാജിക് സൈക്കോ. മണ്ണാൻ കേട്ട ഡോക്ടർക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ഡോക്ടറിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല. ചെല്ലു ഡോക്ടറെ, ചെന്ന് കാര്യം പറ. ഡോക്ടർ പറഞ്ഞ അവൻ കേൾക്കും. ചെല്ലു ഡോക്ടറെ. അല്ല സാർ, ഞാൻ പറയുന്നത് കേൾക്കൂ. അയ്യോ 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 എന്നെ പറപ്പിക്കണേ. അയ്യോ എന്റെ അമ്മേ, എന്നെ രക്ഷിക്കണേ. എന്നെ പട്ടം പറപ്പിക്കും പോലെ പറപ്പിക്കണേ. അയ്യോ അയ്യോ വന്ന് കേറി പാടേ. എനിക്ക് നേരെ പരീക്ഷണം. എന്തു വന്നാലും വീടില്ല ഞാൻ. ഇവിടത്തെ പ്രേതാത്മാക്കളെയും ഭ്രാന്തന്മാരെയും ഒരുപോലെ തളക്കും ഞാൻ. അയ്യോ പേടിക്കണ്ട, അവരെപ്പോഴും ഐലൻഡ് ആവില്ല. എന്തിനാ എപ്പോഴും വല്ലപ്പോഴും മതിയല്ലോ. എനിക്ക് കിടക്കാൻ ഒരു റൂം ഒരുക്കി തരും തമ്പുരാട്ടിമാരെ. ഇവരെന്നെ കൊണ്ടേ പോകത്തുള്ളൂ. കണ്ടോ, ഡോക്ടറെ കണ്ടപ്പോ ചിരി ഒന്നുകൂടെ കൂടി. അത് പിന്നെ ഈ ഡോക്ടറെ കണ്ട ആർക്കാ ചിരി വരാത്തത്? സൂക്ഷിച്ച് സംസാരിക്കണം. ഈ കൊട്ടാരത്തിൽ ഒരു പ്രാന്തനെ കൂടി സൃഷ്ടിക്കാൻ ഞാൻ മടിക്കില്ല. നിങ്ങളുടെ ഭാര്യയെ വേറൊരുത്തർ അടിച്ചോണ്ട് പോയെന്ന് സങ്കല്പിച്ചു. നിങ്ങളോടല്ല, സങ്കല്പിച്ചു. എന്നിട്ട് ആ ടെൻഷൻ മനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യൂ. കരയൂ. ഞാൻ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷമുള്ള കാര്യമായി പോയി. നമ്മളാണ് ഭാര്യ അല്ലേ? തമ്പുരാക്കന്മാരെ ചികിത്സിച്ച് ഞാനും മെന്റലായി പോകുമെന്നൊരു സംശയം. ഇങ്ങനെയുണ്ടൊരു ഭ്രാന്ത്. മഹേന്ദ്രൻ, നീ എന്താ ഇവിടെ? അത് കൊള്ളാം. എടാ, ഇത് എന്റെ തറവാടല്ലേ? അല്ല, നീ ഇപ്പൊ ഡോക്ടറാ? വെറും ഡോക്ടറല്ല, സൈക്കാട്രിസ്റ്റ്. എന്റെ ദൈവമേ, പ്രീ ഡിഗ്രിക്ക് സബ്ജക്ട് കിട്ടിയുമില്ല, ലാംഗ്വേജ് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ് നടന്നിരുന്ന നീ എങ്ങനെയാടാ ഡോക്ടറായത്? കൊള്ളാം. നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു? മാന്ത്രിക് താന്ത്രിക് ടച്ചുള്ള സൈക്കോതെറാപ്പി ലോകത്തിൽ ആദ്യമായി പരീക്ഷിച്ചത് ഞാനാണ്. മാന്ത്രിക് സൈക്കോളജിക്കൽ സയൻസിൽ റിസർച്ച് ചെയ്യുന്നതിനിടയിലാണ് ഈ കൊട്ടാരം വൈദ്യന്റെ വേഷം എനിക്ക് കെട്ടേണ്ടി വന്നത്. പക്ഷെ ഇവരെന്റെ ചാറ് പിഴിഞ്ഞളിയാ. വിടില്ല ഞാൻ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. വല്യേട്ടാ, എന്താ വല്യേട്ടാ ഇത്? അനിയൻ കുഞ്ഞെ, നിനക്ക് എന്താടാ പറ്റിയത്? ട്രീറ്റ്മെന്റ് ലക്ഷ്യം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കരഞ്ഞവൻ ചിരിക്കുന്നു, ചിരിച്ചവൻ കരയുന്നു. ഇതാണോ നീ കണ്ടെത്തിയ ലക്ഷ്യം? നമുക്ക് ഇവരെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാൻ സുന്ദരേശ. വല്യേട്ടാ, അനികുഞ്ഞെ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇവർ
ഇവര് ആശുപത്രിയിലേക്ക് വരില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ താമസിച്ച് ചികിത്സിക്കുന്നത്. നിന്നോട് എനിക്ക് ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ പറയാനുണ്ട്. നീ വന്നേ. ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് നീ എടുക്കണം. രണ്ടുപേർക്ക് ഭ്രാന്ത് പിടിച്ചതല്ലേ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. എന്തോ ലക്ഷ്യം സാധിക്കാൻ വന്ന ഒരു ആത്മാവ്, ഒരു ഈവിൾ സ്പിരിറ്റ്, ഒരു പരട്ട പ്രേതം ഈ കൊട്ടാരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി, ഇറ്റ് ഈസ് ട്രൂത്ത്. അയ്യോ ഡോക്ടറെ ഓടി വരണേ, ഇവർക്ക് ഭ്രാന്ത് കൂടിയേ. ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം. നിങ്ങളെ സംസാരിപ്പിക്കാൻ കഴിഞ്ഞ എനിക്ക് ഇനി പലതും ചെയ്യാൻ സാധിക്കും. ഇതേതായി മുഴുപ്രാന്തൻ? അയ്യോ, ഇത് ഭ്രാന്തനല്ല, ഇദ്ദേഹമാണ് നിങ്ങളുടെ അസുഖം ഇത്രയെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കിയ ഡോക്ടർ സുന്ദരേശൻ. മൈ ഡിയർ പേഷ്യൻസ്, ഇനി നിങ്ങളുടെ ഭ്രാന്ത് ഞാൻ മൊത്തത്തിൽ മാറ്റിത്തരാം. അനിയ മഹേന്ദ്ര, ഞങ്ങൾക്ക് ഭ്രാന്തില്ല. ഞങ്ങൾ കണ്ടതാ ഒരു വലിയ പെട്ടിയിൽ 2 ശവങ്ങൾ. ഇന്ദുവിനെ അമ്മുക്കുട്ടിയും പോലെ ഇരുന്നു ആ 2 ശവങ്ങളും. ഞങ്ങളെ തള്ളി കുഴിയിലേക്ക് ഇട്ടു, അവിടുന്ന് വെള്ളത്തിൽ പൊക്കി കറക്കി, പിന്നെ കരയിലേക്ക് ഇട്ടു. അയ്യോ, പറഞ്ഞാലും തീരില്ല. എവിടെ അവൾ? അവളെ ചുട്ട് കരിക്കണം. സംസാരശേഷി തിരിച്ചു കിട്ടിയെങ്കിലും ബുദ്ധിസ്ഥിരത ഇല്ലെന്ന് തോന്നുന്നു. കൂടുതൽ വയലന്റ് ആയിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും ആക്രമണം പ്രതീക്ഷിക്കാം. നീ ഞങ്ങളെ വിട്ടേക്കരുത്. മുറിക്കൊണ്ട് കത്തിക്കോളൂ. ഞാനിപ്പോരാ. മയക്കുവരി വെച്ചില്ലെങ്കിൽ ഇവന്മാരുടെ ആഫീസിൽ പൊട്ടിക്കും. മഹേന്ദ്ര, നീയെങ്കിലും വിശ്വസിക്കും, ഞങ്ങളുടെ ഭ്രാന്തൊക്കെ മാറി. ഏതെങ്കിലും ഭ്രാന്തന്മാര് പറയോ ഭ്രാന്ത് മാറിയെന്ന്? ശരി, ഞങ്ങൾക്ക് ഭ്രാന്ത് തന്നെ. ചുമ്മാ ഇരിക്കാൻ. ഞങ്ങൾക്ക് ഭ്രാന്തില്ല. അയ്യോ, അവരെ കമഴ്ത്തിക്കെടുത്തു. അങ്ങോട്ട് കിടക്ക്. ആ മുണ്ടൊന്ന് നോക്കിക്കേ. അയ്യോ, എന്തിനാ മുണ്ട് നോക്കുന്നേ? അയ്യോ, കുത്തിവെക്കല്ലേ, ഞങ്ങൾക്ക് വട്ടൊന്നുമില്ലേ. വേണ്ട വേണ്ട. എന്റെ ചന്തിക്ക് കുത്തരുതെന്ന് പറ. കൊച്ചു പിള്ളേരെ പോലെ കരച്ചിൽ. എന്നെ കുത്തി. ചിരിച്ച് പേടിപ്പിക്കല്ലേ മഹേന്ദ്ര. ഒന്നാമത് തന്നെ ഈ കൊട്ടാരത്തിൽ പ്രേതാത്മാക്കൾ അലഞ്ഞു തിരിയുന്നുണ്ടെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. നിന്റെ കണ്ണിലേക്കൂടി നോക്കുമ്പോ എനിക്ക് ആകെ ഒരു അങ്കലാപ്പ്. എന്നെ മന്ത്രശക്തി പഠിപ്പിച്ച എന്റെ ഗുരുനാഥനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നിന്നെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. സത്യം. ഇതൂടെ അങ്ങ് പിടിപ്പിക്കേ, അപ്പൊ നിന്റെ പേടിയൊക്കെ അങ്ങ് പോവും. എന്നിട്ട് നീ പറഞ്ഞു വന്ന കാര്യം പറ. ഏത് കാര്യം? നമ്മുടെ വിനോദിന്റെ കാര്യം. അത് സംഗതി എ സർട്ടിഫിക്കറ്റ് ആണല്ല. ആ നിന്റെ അനന്തരവനില്ലേ, അവൻ ആള് ശരിയല്ല. അവൻ ഭാര്യ മരിച്ച ദുഃഖത്തിലാണെന്ന് പറഞ്ഞ് അഭിനയിക്കല്ലേ. നല്ലൊരു കിളി പോലത്തെ പെങ്കൊച്ചിനെ വെപ്പാട്ടിയാക്കി വെച്ചിട്ട് അവനങ്ങോട്ട് സുഖിക്കല്ലേ. ഏത് പെണ്ണ്? ഇവിടുത്തെ വേലക്കാരത്തി പെണ്ണ്. നീ അവളെ കണ്ടിട്ടില്ലേ? ഇല്ല. കണ്ടാ നീ പിന്നെ തിരിച്ച് ഗൾഫിലേക്ക് പോകത്തില്ല. അപ്സരസല്ലേ അവൾ, അപ്സരസ്. കാര്യം വിനോദത്തിന് കാശി തന്നിട്ടാ എന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിലും സത്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അവളാള് പെശക. ഒന്നും മുട്ടിയാ നമുക്കും കിട്ടും. മുട്ടിയാ കിട്ടുമെന്ന് പറഞ്ഞോളൂ. അപ്പോഴൊക്കെ അവൾ ഇങ്ങോട്ട് വന്ന് മുട്ടിയേക്കണം. നോക്കിയേ, നോക്കടാ.